ഓണം ഓണം സ്വാത്വികന്മാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു ആഘോഷമാണ്. സ്വാത്വികന്മാർ ആചാരപരമായും ആഘോഷപരമായും ഓണത്തെ കൊണ്ടാടുന്നു. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനനെയും വിഷ്ണു ഭക്തനായ അസുര ചക്രവർത്തി മഹാബലിയെയും ആരാധനാഭാവത്തോടെയാണ് സ്വാത്വികന്മാർ കാണുന്നത്. ഉത്തരായണ ആരംഭമായ വിഷുവിന് വിത്തിറക്കുകയും കൊല്ലവർഷ ആരംഭത്തോടെ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് കാർഷിക ആഘോഷമായും ഓണത്തെ വിശേഷിപ്പിക്കുന്നു. നാടൻ കലകളും കാർഷിക വൃത്തിയും ഇണചേർന്ന് നിൽക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഓണത്തിന് മാറ്റ് കൂട്ടുന്നതായിരുന്നു. കൃഷി കുലത്തൊഴിലും ഉപജീവനവുമായിട്ടുള്ള കാലത്ത് സമുദായങ്ങളും ആചാരങ്ങളും നിലനിന്നിരുന്നു. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള മുഴുവൻ സമുദായങ്ങൾക്കും അവരുടേതായ ആചാര അനുഷ്ഠാനങ്ങൾ സമുദായ ആചാര്യന്മാർ കൽപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാമൂഹ്യ ഘടന എന്നാൽ പ്രാകൃത കമ്മ്യൂണിസം, അടിമ ഉടമ സമ്പ്രദായം, രാജവാഴ്ച, ജനാധിപത്യം, സോഷ്യലിസം, കമ്മ്യൂണിസം എന്നിങ്ങനെ നിർവചിച്ചിട്ടുണ്ടല്ലോ. കമ്മ്യൂണിസം എന്നാൽ പൊതുവായ എന്നാണ് അർത്ഥമാക്കേണ്ടത്. വ്യക്തിനിഷ്ഠയിൽ ബ്രഹ്മം, ത്രിമൂർത്തികൾ, ഗുരു, പ്രപഞ്ചം, അവതാരങ്ങൾ, മഹാന്മാർ, മനുഷ്യൻ എന്നിങ്ങനെയും ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. പ്രാകൃത കമ്മ്യൂണിസത്തിൻ്റെ പുത്തൻ രൂപമായും ഓണത്തെ വിശേഷിപ്പിക്കുന്നു. ആലങ്കാരികമായി പറഞ്ഞാൽ പാലും തേനും ഒഴുകിയിരുന്ന ഭാരതമെന്ന സങ്കല്പത്തെ സ്മരിക്കാനും ഓണാഘോഷം കൊണ്ട് സാധിച്ചേക്കും. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന സാങ്കല്പിക സാമൂഹ്യ വ്യവസ്ഥയിലേക്കുള്ള ചുവടുവെപ്പായും ഓണത്തെ നമുക്ക് കാണാം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടിക്കൊണ്ട് നമുക്ക് ഈ വർഷത്തെ ഓണവും ആഘോഷിക്കാം. എല്ലാവർക്കും ഓണ ആശംസകൾ.